മുതൽ മുള്ളിന്മേ നിൽക്കുകയായിരുന്നു ഞാൻ. ഇനി എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ ചെറിയച്ഛനും ആന്റിയും ഞാനും ഒക്കെ നിന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാന്നാണോ? അല്ല, ഞാൻ സ്വയം ഇല്ലാതാക്കുക. ഇന്നലെ മുതൽ എൻ്റെ അമ്മ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ഞാൻ അറിയുന്നുണ്ട്. ഞാനിവിടെ കേക്ക് മുറിച്ചും സദ്യയുണ്ടും പിറന്നാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ അമ്മ അവിടെ എല്ലാം ഒരുക്കി വെച്ച് കണ്ണീരും പ്രാർത്ഥനയായി കാത്തിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇനിയെങ്കിലും ഞാൻ ചെന്നില്ലെങ്കിൽ ചങ്ക് പൊട്ടി ആ പാവം മരിക്കും. ഞാൻ പോവാ. മോളെ ശ്രീകുട്ടി, മതി. ശ്രീകുട്ടി എന്നുള്ള വിളി കേട്ട് എന്റെ മോള് നിന്നല്ലോ, അത് മതി. ഇനി നീ പൊയ്ക്കോ. പക്ഷേ പോയി അമ്മയെ കണ്ട് വേഗം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. ഇനി മുതൽ ഇതാ നിന്റെ വീട്, ഞാനാ നിന്റെ. അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ. ക്ഷമിക്കണോ അമ്മേ, ഒന്ന് വിളിച്ചു പറയാൻ പോലും പറ്റിയില്ല. കാറി കയറുമ്പോഴാ അവരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ വേണോന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യില്ലെന്ന് അമ്മയ്ക്കറിയില്ലേ? ഞാൻ അമ്മയുടെ മോളല്ലേ. വാ അമ്മേ, എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും താ. അച്ഛനും വല്യമ്മയും ഒന്നും തന്നില്ലേ? ഇന്നലെ കാണുമ്പോ ഒരു രണ്ടാനമ്മയും കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും ഒന്നും കിട്ടിയില്ല എന്റെ മോൾക്ക്. മോള് പോയി കുളിച്ചിട്ട് വാ. അമ്മയുടെ ഒരു ഉരുള അതിത്തിരി വൈകിയാലെന്താ? നമുക്കിന്നാ പിറന്നാള്. പോയി കുളിച്ചിട്ട് വാ. നാട്ടിലേക്കുള്ള യാത്ര ശരിക്കും ഒരു അനുഭവമായി അല്ല ജെഡി? നീയാണത് പറയേണ്ടത്. എൻ്റെ നാടും എൻ്റെ ആൾക്കാരും എനിക്കെന്നും പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. എനിക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല പ്രദേശം. ശരിക്കും പറഞ്ഞ ഇത്രയ്ക്കും നിഷ്കളങ്കമായ ഒരു കുടുംബാന്തരീക്ഷം ഞാനിതുവരെ അനുഭവിച്ചിട്ടേയില്ല. അതിൻ്റെ ആവാം അല്ലേ? ഒരുപാട് കാലം മഹാനഗരങ്ങളുടെ വളരെ പ്ലാസ്റ്റിക്കായ, വളരെ കൃത്രിമമായ സൗഹൃദങ്ങൾക്ക് ശേഷം ശരിക്കുമുള്ള വേരുകളിൽ, ബന്ധങ്ങളിൽ വീണ്ടും ഫീൽസ് ഗുഡ്. ആ, അത് പറഞ്ഞപ്പോഴാ വിശ്വേട്ടൻ്റെ മണിയമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു പാവം. പക്ഷേ ജെ ഡി പറഞ്ഞ കഥകൾ വെച്ച് അവരല്പം വില്ലത്തി കഥാപാത്രമാണെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിലും അവരെ കണ്ടതിന് ശേഷം എനിക്ക് ആ ഫീലിംഗ് ഇല്ല. അല്ലെങ്കിൽ ഇന്ന് അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ അന്നത്തെ അവരുടെ സ്വഭാവത്തിന് അവരെ കുറ്റം പറയാനാവില്ല. ഒരു
കൂട്ടുകുടുംബത്തെ ഒറ്റയ്ക്ക് നയിക്കുന്ന ഒരാളുടെ ഭാര്യയല്ലേ. സ്വന്തം ഭർത്താവ് രാപകലില്ലാതെ അധ്വാനിക്കുകയും മറ്റുള്ളവർ അതിൻ്റെ പങ്ക് പറ്റി ജീവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഏതൊരു പെണ്ണിൻ്റെ മനസ്സിന് സ്വാർത്ഥമായി പോവും. ജെഡിയോട് പണ്ടങ്ങനെ കാണിക്കേണ്ടി വന്നതിന്റെ കുറ്റബോധം ഇപ്പൊ അവരുടെ മുഖത്ത് കാണാനുണ്ട്. ഞാനത് ശ്രദ്ധിച്ചു. സത്യത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരനുഭവിച്ച് വെച്ച് നോക്കുമ്പോൾ ചെയ്തത് എത്രയോ നിസ്സാരം. ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കട്ടെ, നമ്മളിവിടെ എത്തിയെന്ന് പറയാൻ. വിളിച്ചോളൂ. പിന്നെ കുട്ടിയെ നാളെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞേക്കണമെന്നും കൂടി ഓർമ്മിച്ചോളൂ. ഓക്കെ. ഹലോ, ഏട്ടത്തി, നാദരയാണ്. ഇതെവിടുന്നാ? വീട്ടിലെത്തിയോ നിങ്ങള്? പിന്നെ എത്തിയിട്ട് കുറച്ചു നേരമായി. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ഒരുങ്ങയായിരുന്നു. പക്ഷേ നിങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ എനിക്ക് പിന്നെ ഇവിടെ നിപ്പുറക്കില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ വിളിക്കട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ആശ്വാസമായില്ലേ? ജിഷ എവിടെ? ഉറങ്ങിയോ? ഏയ്, അവള് നിങ്ങൾ പോയ ഉടനെ ഗീതയുടെ അടുത്തേക്ക് പോയി. ഗീതയുടെ അടുത്തേക്കോ? അത് അതെ, അവളുടെ പഴയ ഒരു കൂട്ടുകാരിയാ ഗീത. ഇവിടെ അടുത്ത് തന്നെയാ. ഗീതയുടെ അച്ഛൻ തന്നെ ഇവിടെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. പിന്നെ അവളെ നാളെ തന്നെ ഇങ്ങോട്ടേക്ക് അയക്കണമെന്ന് ജെഡി പറയുന്നു. അത് പിന്നെ ഏട്ടത്തിക്ക് അറിയത്തില്ലേ? നാളെ തന്നെ അങ്ങോട്ട് അയക്കാം. ഓക്കെ. ജിഷ വരുമ്പോ ഒന്നിങ്ങോട്ട് വിളിക്കാൻ പറയണേ. ജെഡിക്ക് അവളോട് എന്തോ പറയാനുണ്ടെന്ന്. ശരി ശരി, അവൾ വന്നാലുടനെ ഞാൻ പറയാം. ശരി. മോള് കിടന്നോ? എന്താ മോളെ? അമ്മ, ഇത് കണ്ടോ ഈ മാല? വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. ചോദിക്കണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ മനസ്സ് വേറെങ്ങും ആയിപ്പോവും. നന്നായിട്ടുണ്ട്. അച്ഛൻ വാങ്ങിച്ചു തന്നാവല്ലേ? അതെ, പിറന്നാൾ സമ്മാനമായിട്ട്. പക്ഷേ എനിക്കല്ല, വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും മരിച്ചുപോയ മോളില്ലേ ജിഷ, അവൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് ജന്മം നൽകിയ എന്റെ സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്നും മറ്റൊരാത്മാവിന്റെ പേരിൽ ഇത് വാങ്ങുമ്പോ സത്യത്തിൽ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് അമ്മയ്ക്കറിയോ? മോളെ, അതെ അമ്മേ, എല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങൾ എൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ് ഉറക്ക നിലവിളിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അങ്ങനെ ചെയ്ത എന്നെങ്കിലും സ്വന്തമാകുമെന്ന് ഞാൻ ആഗ്രഹിച്ച എൻ്റെ അച്ഛനെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടു പോയാലോ? എന്റെ പൊന്നുമോളെ, ഈ ധർമ്മസങ്കടം എത്ര നാൾ അനുഭവിക്കാനാ നിന്റെ തീരുമാനം? ആ സങ്കടത്തിന് ഒരു സുഖമുണ്ടമ്മേ. ഈ സമ്മാനം ഏറ്റുവാങ്ങുമ്പോ നെഞ്ചൊന്ന് പൊടിഞ്ഞെങ്കിലും ഇതിപ്പോ കഴുത്തിലിട്ട് നടക്കുമ്പോ വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നുന്നു എനിക്ക്. അച്ഛനിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനം. മെല്ലെ മെല്ലെ അച്ഛൻ്റെ മോളായിട്ട് ഞാൻ മാറും. അച്ഛനുള്ളതെല്ലാം എനിക്ക് സ്വന്തമാവും. അതെ, അവസാനം അച്ഛന്റെ പുതിയ ഭാര്യയും നിനക്ക് സ്വന്തപ്പെട്ടവളാവും. അമ്മ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? എന്റെ മനസ്സിൽ കുറിച്ചു വെച്ചത് എന്താണെന്ന് അമ്മയ്ക്ക് ഇപ്പൊ വായിക്കാനാവില്ല. പക്ഷേ എന്നെങ്കിലും അമ്മയ്ക്കത് മനസ്സിലാവും. ഇല്ല മോളെ, ഇനിയും ഈ അമ്മയെ വിട്ടു നിൽക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഒന്നും അറിയാൻ അമ്മ ഉണ്ടാവില്ല.
അമ്മേ, അപ്പോ നീ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഇതെന്തൊരു ചോദ്യം അമ്മേ. ഇപ്പൊ ഞാൻ പോയില്ലെങ്കിൽ ഇതുവരെ നമ്മൾ സഹിച്ച കഷ്ടപ്പാടുകളൊക്കെ വെറുതെ ആയി പോവില്ലേ? ആയിക്കോട്ടെ, അതോടെ ഒക്കെ തീരുമല്ലോ. എനിക്കതും മതി. എനിക്കത് പോരാ. ഒന്നുകിൽ അച്ഛനെ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പാക്കണം. നീ വെറുതെ വാശി പിടിക്കല്ലേ മോളെ. ഇന്നലത്തെ പോലൊരു അനുഭവം ഇനിയും എന്റെ ജീവിതത്തിൽ ഉണ്ടായ അത് ഈ അമ്മയ്ക്ക് താങ്ങാനാവൂന്ന് നീ കരുതണ്ട. അമ്മ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. ഞാൻ പറയുന്ന അമ്മയൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇനി ഇവിടുന്ന് പോകുന്നില്ല. അതാ എന്റെ തീരുമാനം. ഇല്ലമ്മേ, എനിക്ക് പോണം. ഈ ഒരവസ്ഥയിൽ അച്ഛൻ സത്യങ്ങൾ അറിയാൻ ഇട വന്നാ പിന്നീട് ഒരിക്കലും നമുക്ക് അച്ഛനെ കാണാൻ പോലും കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിലും കിട്ടില്ല. മറ്റൊരു പെണ്ണ് നിന്റെ അച്ഛന്റെ ഒപ്പം ഉള്ളിടത്തോളം കാലം നിന്നെയോ എന്നെയോ അംഗീകരിക്കുന്നു കരുതണ്ട. എന്നെ അംഗീകരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോ നീ ഇനി നിന്റെ കാര്യം നോക്കിക്കോളാന്നാണോ? അമ്മ അമ്മയുടെ കാര്യം മാത്രം പറയുമ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യും? അമ്മയ്ക്ക് എന്നെ വിട്ടു നിൽക്കാൻ പറ്റാത്ത പോലെ എനിക്ക് എന്റെ അച്ഛനെയും വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോ നിനക്ക് എന്നെ വിട്ടു നിൽക്കാൻ പറ്റുമല്ലേ? ഈ അമ്മയുടെ സ്നേഹമൊക്കെ ഒരുപാട് അനുഭവിച്ചല്ലോ. ഇനി അച്ഛന്റെ സ്നേഹം അനുഭവിക്കാനാവും. അനുഭവിച്ചോ. പക്ഷെ ഒരു കാര്യം എന്റെ മോൾ ഓർക്കണം. ഈ അമ്മ പറഞ്ഞിട്ടാ നിന്റെ അച്ഛനെ നീ അറിഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരാളെ ഒരിക്കലും നിനക്ക് കാട്ടി തരാതിരിക്കാമായിരുന്നു. അമ്മേ, അതെ, ഇങ്ങനൊരു മകളുള്ള കാര്യം നിന്റെ അച്ഛൻ അറിയില്ല എന്നുള്ള സത്യം കൂടി എന്റെ മോൾ ഓർക്കണം. നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഈ അമ്മ മാത്രം. അല്ല, എനിക്ക് അച്ഛനുണ്ട്. എന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി അമ്മ ഇനി ഇത് നിഷേധിച്ചാലും എന്റെ അച്ഛനെ ഞാൻ സ്വന്തമാക്കും. ഞാൻ പോവാ. മോളെ ജയേ, മോളെ മോളെ ജയേ, പോവല്ലേ, പോവാ. മോളെ പോവല്ലേ, മോളെ. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നാദിരയുടെ ശിഷ്യയായി ഗസൽ പഠിക്കുകയാണോ നിന്റെ ലക്ഷ്യം? അതിനാണോ നീ നിന്റെ അമ്മയെ തനിച്ചാക്കി ഇങ്ങോട്ട് പോകുന്നത്? ആന്റി വളരെ സ്നേഹത്തോടെ ഓരോന്ന് വെച്ച് നീട്ടുമ്പോ എനിക്കത് നിരസിക്കാനാവുന്നില്ല. കൊള്ളാം. അമ്മയുടെ സ്ഥാനം കവർന്നെടുത്ത ഒരാളോട് അമ്മയേക്കാൾ സ്നേഹം തോന്നുക. അമ്മയിൽ നിന്നും കിട്ടിയ സംഗീതം അമ്മയുടെ ശത്രുവിന്റെ കാൽക്കൽ സമർപ്പിച്ച് ഗുരുത്വം സ്വീകരിക്കുക. നീ തന്നെയാടി മകള്. അതും അച്ഛനില്ലാതെ 15 വർഷം അമ്മയുടെ മാത്രം കൈകളിൽ വളർന്ന മകള്. ദിയ പ്ലീസ്, നീ കരുതുന്ന പോലെയൊന്നും അല്ല. ഞാൻ എങ്ങനെ നിന്നാലും അച്ഛന്റെ മനസ്സ് മുഴുവൻ അവരോടൊപ്പം ഉണ്ട്. അപ്പോ ഇനി ഒരിക്കലും ആ മനസ്സ് നിന്റെ അമ്മയിലേക്ക് തിരിച്ചു വരില്ലെന്നാണോ നീ പറയുന്നത്? എനിക്ക് പ്രതീക്ഷയില്ല ദിയ. ഞാൻ അമ്മയുടെ മകളാണെന്നറിഞ്ഞ എന്നെപ്പോലും അച്ഛൻ വെറുക്കുമെന്നാ തോന്നുന്നേ. കറക്റ്റ് ടൈമിന് തന്നെ പ്രത്യക്ഷപ്പെട്ടല്ലോ. ഇത്രയും കൃത്യനിഷ്ഠ ഞാൻ മനുവേട്ടിന് വേറെ ഒരു കാര്യത്തിനും കണ്ടിട്ടില്ല. ആ, നീ അതൊന്നും കാണില്ല, കാണേണ്ടവർ കണ്ടോളും. പിന്നെ എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ? 3-4 ദിവസമായിട്ട് ഒന്നും അറിയുന്നില്ല. മനുവേട്ടന് തിരക്കല്ലേ, പിന്നെങ്ങനെയാ അറിയാ? ജോലി തിരക്ക് മാറ്റി വെക്കാൻ പറ്റുമോ ജയ?
എന്നിട്ടും കിട്ടുന്ന സമയത്ത് ഞാൻ ഓടി വരുന്നില്ലേ? ദേ കാര്യം പറയാനുണ്ടെങ്കിൽ പറ. ഇവളിതേ വീണ്ടും വീണ്ടും ആ തീവ്രവാദി നാദ്രയുടെ സ്നേഹക്കയറ്റി മുങ്ങി താന്നോണ്ടിരിക്കുക. തീവ്രവാദി നാദറയോ? അതെ, എന്റെ അമ്മയുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറിയ തീവ്രവാദി അവരെന്നാ ഇവളുടെ പുതിയ പ്രസ്താവന. അതൊരു സത്യമാ. അവരുടെ ആ പരദേശി സംഗീതമില്ലേ ഹിന്ദുസ്ഥാനി, അതിലുള്ള ശിഷ്യയാക്കാൻ പോവുക. ആണോ ജയ? അത് അവർക്കറിയാവുന്നതെല്ലാം എനിക്ക് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അത് വേണ്ട ജയ. അവരൊരു പക്ഷെ നല്ല സ്ത്രീ ആയിരിക്കാം. അവരുടെ സ്നേഹത്തിന്റെയും ആർഭാടത്തിന്റെയും പങ്കുപറ്റി ജീവിക്കാനല്ല നീ വന്നത്. സ്വന്തം പിതൃത്വം അംഗീകരിച്ച് കിട്ടാൻ വേണ്ടിയാ. ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ നിന്റെ അമ്മയ്ക്ക് നഷ്ടമായ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാ. അതിന് പ്രതിബന്ധമായി നിൽക്കുന്ന ഏക ശത്രുവാണ് നാദ്ര. അത് നീ മറക്കരുത്. ദേ നിന്നെ തിരിച്ചറിയുന്ന നിമിഷം മാത്രമേ അവരുടെ യഥാർത്ഥ മുഖം നീ കാണൂ. അതിനേക്കാൾ മുമ്പ് നീ അവരെ ശത്രുവായി കാണണം. എന്നാലേ ഇക്കാര്യത്തിൽ ഇനി എന്റെ സപ്പോർട്ട് നീ പ്രതീക്ഷിക്കേണ്ടു. ഏയ്, അവള് ഗേറ്റിൽ കാത്തു നിൽക്കും, സാരല്ല. എങ്കി മനുവേട്ട ഇപ്പൊ പൊയ്ക്കോ, കാറ് വരാറായി. അതിൽ ചിലപ്പോ എൽദോങ്ങളും കാണും. പിന്നെ ഇനിയെങ്കിലും ആന്റിയുമായിട്ടുള്ള കണക്ഷനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാ. ഓക്കെ? ഉം. അവിടെ നിന്നേ. എന്തു പറ്റി മോളെ, സുഖമില്ലേ? എനിക്കൊരസുഖമില്ല. പിന്നെന്താ, നീ എന്നെ കണ്ടില്ലേ? കണ്ടു എന്ന് വെച്ച് പെർമിഷൻ ചോദിച്ചേ അകത്തേക്ക് പോകാവുന്നുണ്ടോ? നീ എന്താ കുട്ടി പെട്ടെന്നിങ്ങനെ? ഞാനിവിടെ നീ വരുന്നതും കാത്ത് ഇത്രയും നേരം ഇവിടെ ഇരുന്നത് ഇതിനാണോ? എനിക്കറിയില്ല. ശരി, കോളേജിൽ വെച്ച് ഇന്ന് ആരുമായിട്ടാ നീ ഉടക്കിയത്? ഫ്രണ്ട്സുമായിട്ടോ അതോ ഏതെങ്കിലും ടീച്ചേഴ്സുമായിട്ടോ? എന്നോട് തന്നെ, എന്റെ വിധിയോട്. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. പറയാതിരുന്നാ ഒട്ടും മനസ്സിലാവില്ല. പറ കുട്ടി, എന്താ ഉണ്ടായത്? നീ ആകെ അപ്സെറ്റ് ആണല്ലോ. ഔട്ട് ഹൗസിൽ ചെന്ന് ജേഡിയെ ഞാൻ വിളിക്കട്ടെ? വേണ്ട, ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. ഞാൻ എവിടെയെങ്കിലും ചെന്നൊന്ന് സ്വസ്ഥമായിട്ടിരുന്നോട്ടെ. ഛേ, ഈ കുട്ടിക്ക് ഇതെന്താ പറ്റി? ജേഡി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുവരെ ഏതെങ്കിലും രീതിയിലുള്ള അവഗണന ഞാൻ അവളോട് കാണിച്ചിട്ടുണ്ടോ? ജേഡി കാണിക്കുന്ന അതേ താല്പര്യവും സ്നേഹവും ഞാനും അവളോട് കാണിക്കുന്നില്ലേ? എന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്ടക്കേട് അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് എന്നോട് തുറന്നു പറയാം. അല്ലാതെ ഒരുമാതിരി ഇറിറ്റേഷനോടുകൂടി പെരുമാറുമെന്ന് പറഞ്ഞ ആ സ്പോട്ടിൽ നീ അവളോട് പ്രതികരിക്കണമായിരുന്നു. അവളെ ശാസിക്കാനും ശിക്ഷിക്കാനുള്ള അധികാരം നിനക്കില്ലേ? പക്ഷെ ജേഡി, ഇപ്പോഴും അവളുടെ പെരുമാറ്റത്തിൽ എനിക്ക് ദേഷ്യമല്ല തോന്നുന്നത്, സങ്കടമാ. എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അവളുടെ അപ്പോഴത്തെ സംസാരത്തിന് ഒരൊറ്റ അടി വെച്ചു കൊടുത്തേനെ. പക്ഷെ എനിക്കെന്തോ അപ്പൊ കരയാനാ തോന്നിയത്. Try to forget it. തൽക്കാലം അതൊക്കെ മറന്ന് ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ നോക്ക്. എന്താ അവളുടെ മനസ്സിലെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, തിരുത്താം. ഇതുവരെ കഴിഞ്ഞതൊക്കെ അവളുടെ അല്പത്തരമെന്നോ അറിവുകേടെന്നോ കരുതി താൻ ക്ഷമിക്കേ. Try to sleep.